സൗദിയിലെ യാംബുവിൽ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി യമനിലെ ഹൂത്തി വിമതരുടെ അവകാശവാദം. 2 ദിവസത്തിനിടെ 2ാം തവണയാണ് സൗദിയിൽ നിന്നും പുറപ്പെടുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ഹൂത്തികളുടെ ആക്രമണം. ഇന്നലെ യമൻ തീരത്തെ ഇന്ത്യൻ കപ്പലിന് നേരെയുള്ള ആക്രമണത്തിൽ കപ്പൽ മുങ്ങിയതോടെ രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ നാവികരെ തിരികെ എത്തിക്കാൻ സൗദിയിലെ ഇന്ത്യൻ എംബസി ശ്രമം തുടരുകയാണ്. 13 നാവികരുമായും കുടുംബവുമായും ബന്ധപ്പെടുന്നതായി റിയാദിലെ എംബസി അറിയിച്ചു. ഇതിനായി യമൻ ഭരണകൂടവുമായി ഏകോപനം തുടരുകയാണ്. ഇന്നാണ് സൗദിയുടെ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം നടത്തിയതായി ഹൂത്തികൾ അവകാശപ്പെട്ടത്. ആക്രമണം സൗദിയിലെ ജിദ്ദക്കടുത്തുള്ള യാംബുവിലേക്കായിരുന്നുവെന്നും ഹൂത്തി വക്താവ് അവകാശപ്പെട്ടു. കപ്പലിന് കേടുപാട് സംഭവിച്ചോ എന്നതിൽ വ്യക്തതയില്ല. ഇന്നലെ ഇന്ത്യൻ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിന്റെ തുടർച്ചയാണിത്. സൗദിയിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെട്ട MSV ഫൈസ്നൂറെ ഒലിയ കപ്പലിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത്. ഹൂത്തികൾ അയച്ച പ്രൊജക്ടൈൽ കപ്പലിൽ പതിക്കുകയായിരുന്നു. ഇതോടെ കപ്പൽ മുങ്ങി. ഇതിനു മുന്നേ കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യക്കാരടക്കം 14 പേരെ രക്ഷപ്പെടുത്തി. എല്ലാവരെയും സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ യമൻ ഭരണകൂടവുമായി ഏകോപനത്തിലാണെന്ന് സൗദിയിലെ റിയാദ് ഇന്ത്യൻ എംബസി അറിയിച്ചു. സൗദിയിലെ ഇന്ത്യൻ എംബസിക്കാണ് യമനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെയും ചുമതല. ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിരുന്നു. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.